ബംഗ്ലാദേശിൽ ഹിന്ദു സന്യാസിയെ തടവിലാക്കി പീഡിപ്പിക്കുന്നതിനെതിരെ ലോകമെമ്പാടും പ്രതിഷേധം അലയടിക്കുന്നു. ചെറിയ രീതിയിൽ തുടങ്ങിയ പ്രതിഷേധം വലിയ പ്രകടനങ്ങളായി മാറുകയാണ്. ലോകത്ത് വിവിധയിടങ്ങളിൽ ഫിൻലാൻഡിലും ഹെൽസിംകിയിലും ന്യൂയോർക്കിലും അടക്കം വിവിധ രാജ്യങ്ങളിൽ വലിയ പടുകുറ്റം പ്രകടനം തന്നെയാണ്. വിവിധ ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിൽ, ഹൈന്ദവ ഗ്രൂപ്പുകളുടെ നേതൃത്വത്തിലൊക്കെയാണ് ഈ പ്രകടനങ്ങൾ പങ്കെടുക്കുന്നത്. അമേരിക്കയിൽ പ്രകടനം നടത്തിയ ഹിന്ദു സംഘടനാ നേതാക്കൾ പറഞ്ഞത് ബംഗ്ലാദേശിന് അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തണമെന്നാണ്. അതിൽ ചില സംഘടനാ നേതാക്കൾ ചോദിക്കുന്നത് ഇതാണോ ബൈഡൻ പറഞ്ഞ ന്യൂനപക്ഷ സംരക്ഷണ നയം എന്ന് ചോദിക്കുന്നുണ്ട്. വലിയ രീതിയിലുള്ള പ്രതിഷേധം വിവിധ രാജ്യങ്ങളിൽ മുമ്പെങ്ങും കാണാത്ത രീതിയിലുള്ളൊരു പ്രതിഷേധം തന്നെയാണ്. നമുക്കറിയാം, ഈ അടുത്ത കാലത്താണ് ഇതുപോലെ ഹിന്ദു സംഘടനകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഒന്നിച്ച് എത്തി പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. അതിന് കാരണമായതും ബംഗ്ലാദേശ് തന്നെയായിരുന്നു. ഇതിന് മുൻകാലങ്ങളിലൊക്കെ, അതായത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഹിന്ദുക്കൾക്കെതിരെ അതിക്രൂരമായ രീതിയിലുള്ള നരവേട്ട ആരംഭിച്ചപ്പോഴാണ് ലോകത്തെമ്പാടും ഹൈന്ദവ സംഘടനകൾ എല്ലാവരും ഒന്നിച്ച് ഒറ്റക്കെട്ടായി ഒരു ബാനറിന് കീഴിൽ പ്രതിഷേധിക്കാനെത്തിയത്. ഇപ്പോഴും സമാനമായ രീതിയിലുള്ള സംഭവങ്ങളാണ് കാണുന്നത്. ചിലയിടത്ത് ഇത് മെഴുകുതിരി പ്രകടനമാണ് എങ്കിൽ മറ്റു ചിലയിടങ്ങളിൽ പ്ലക്കാർഡുകൾ ഉയർത്തിയുള്ള പ്രകടനമാണ്. ഏതായാലും ലോകവ്യാപകമായി തന്നെ പ്രതിഷേധം കത്തുകയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.